exam winner family. ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നമ്മുടെ ക്ലാസ് 6ന്റെ എക്സാം വിന്നർ ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ട് കാണുന്ന വലിയൊരു ടൈറ്റിലാണ് നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നിങ്ങളിൽ കുറേ പേര് വിചാരിച്ചിട്ടുണ്ടായിരിക്കും, എന്തിനാ മിസ് ഈ ഒരു ഓണം എക്സാമിന് ഞങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ പഠിച്ചു തുടങ്ങേണ്ടത്, എന്താണ് ഈ ഒരു ഓണം എക്സാമിൻ്റെ പ്രാധാന്യം? അങ്ങനെ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ചില ദിവസങ്ങളിൽ നമുക്ക് സ്കൂൾസ് അവധിയായിരിക്കും അല്ലേ, അതായത് മഴ കാരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ കാരണോ ചില ദിവസങ്ങളിൽ നിങ്ങൾ സ്കൂളിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ വേണ്ടത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഓണം എക്സാമിന് ബേസിക് സയൻസിൽ ഒരു 3 ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നിങ്ങൾ അവസാന സമയത്തോട്ട് അത് കുറച്ചും കൂടി കഷ്ടപ്പെട്ട് പഠിക്കേണ്ടി വരും. കാരണം എക്സാം ഒക്കെ അതേ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം നിങ്ങളെ കാത്തിരിക്കുന്നത് നമ്മുടെ ഓണം എക്സാമാണ്. അപ്പോൾ ആ ഒരു എക്സാമിന് നിങ്ങൾ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിച്ചിരിക്കണം. അപ്പോൾ അവസാന സമയത്തോട്ട് എല്ലാം കൂടി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. പിന്നെ ഈ ഒരു ഓണം എക്സാമിന് നിങ്ങൾ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഒരു ഓണം എക്സാമിന് നമുക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ, കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കുക. ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാം, ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത്. ദെൻ ഫൈനലി നമ്മുടെ ആനുവൽ എക്സാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക, ഇപ്പോൾ ഇതേ സ്കൂൾ തുറന്നിട്ടുള്ളൂ, കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഇതേ ഓണം എക്സാം ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം ആയിക്കഴിഞ്ഞാലും ആനുവൽ എക്സാം ആയിക്കഴിഞ്ഞാലും വരിക. അപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ വൃത്തിയായിട്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആനുവൽ എക്സാമിന് ഈ ഒരു ചാപ്റ്റർ ഒരു ക്വിക്ക് റിവിഷൻ പോലെ എടുത്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കും, അല്ലെങ്കിൽ വെറുതെ ഓണം എക്സാമിന് അത്രയും പ്രാധാന്യം കൊടുക്കാതെ സീരിയസ്നെസ് ഒന്നും കൊടുക്കാതെ നിങ്ങൾ വെറുതെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആനുവൽ എക്സാമിന് ആ ഒരു ചാപ്റ്റർ നിങ്ങൾ 0-ൽ നിന്ന് ഒന്നും കൂടി തുടങ്ങേണ്ടി വരും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്, പഠിക്കുന്ന ചാപ്റ്റേഴ്സ് വൃത്തിയായിട്ട് പഠിക്കുക, കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ നിന്ന് ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കുറേ ഗ്യാപ്പും കാര്യങ്ങളും എടുക്കുന്നു. അവസാന സമയത്ത് കുറച്ചും കൂടി അർജൻറ്റായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കുന്നു. അപ്പോൾ അവസാന സമയത്തോട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്തായാലും കോൺസെപ്റ്റ് ഒന്നും വൃത്തിയായിട്ടായിരിക്കില്ല നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക അല്ലേ. അതായത് ഈ ഒരു ടോപ്പിക്ക് പഠിക്കണം, അപ്പോൾ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതുകൊണ്ട് ഇതൊന്ന് വെറുതെ ജസ്റ്റ് നോട്ട് ചെയ്തേക്കാം. അങ്ങനെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. കാരണം ആ ഒരു എക്സാം കഴിഞ്ഞതും നിങ്ങൾ അതൊക്കെ മറന്നുപോകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് പഠിക്കുക. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ മുന്നിൽ കുറച്ചധികം സമയം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ആകെയുള്ള ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്ന കാര്യം, അത് നിങ്ങൾക്ക് വളരെ കൂടുതലുണ്ട്. അപ്പോൾ ഇപ്പോൾ മുതൽ തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചേക്കാൾ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഓണം എക്സാമിന് നേടാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം മുതൽ തന്നെ അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യുവ ബാച്ച് ഉള്ളത്. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ യുവ ബാച്ചിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്. അതായത് ഓഗസ്റ്റ് 5-ന് മുന്നേ നിങ്ങൾ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതായത് വെറും 1999 രൂപ, അതായത് 2000 രൂപയായിരിക്കും നമ്മുടെ ബാച്ചിൽ ഉണ്ടായിരിക്കാം. സോ ഇനി നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിൻ്റെ ലൈവ് നിങ്ങൾക്ക് റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ആപ്പിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, സമയം കിട്ടുമ്പോൾ ആ ക്ലാസ്സസ് ഒക്കെ കൃത്യമായിട്ട് കാണാം. പിന്നെ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ടായിരിക്കും, അതായത് പുതിയ സിലബസും കാര്യങ്ങളൊക്കെയാണ് മക്കൾക്കുള്ളത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഓരോ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് PDF ക്ലാസ് നോട്ട്. അപ്പോൾ നിങ്ങൾ നോട്ട് എഴുതാനോ അതിനൊന്നും സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി നമ്മുടെ ആപ്പിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. സോ നമ്മുടെ ബാച്ചിൻ്റെ ഫീ വരുന്നത് 2000 rupees ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും അവസരമുണ്ട് നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാം. സോ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ഈ നമ്പർ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ 7592092021 എന്ന് പറയുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ കോൾ ചെയ്യുക. 22 എന്ന് പറയുന്ന നമ്പറിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യാം. ഇത് ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് നമ്പർ, ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അത് യൂട്ടിലൈസ് ചെയ്യുക. സോ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓണം എക്സാം ഒക്കെ നമുക്ക് ഫുൾ സെറ്റായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചാൽ കൂടുതൽ മാർക്ക് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും നേടാൻ വേണ്ടി പറ്റട്ടെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്.